സനാതന മൂല്യങ്ങൾ മലയാള സാഹിത്യത്തിൽ. സനാതനം എന്ന് പറയുമ്പോൾ ഇറ്റേണൽ വാല്യൂസ്, ഒരിക്കലും അവസാനമില്ലാതെ എന്നത്തേക്കും പ്രസക്തമായിട്ടുള്ള വാല്യൂസ്. മലയാള സാഹിത്യത്തിൻ്റെ പഴക്കം തന്നെ 16-ാം നൂറ്റാണ്ട്, 15-16 നൂറ്റാണ്ട് മുതലേ ഉള്ളൂ. അതിൻ്റെ മുമ്പുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ മണിപ്രവാളവും ചമ്പുക്കളും ഒക്കെയാണ്. ഈ തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന കവിത്രയം, പൗരാണിക കവിത്രയം എന്ന് പറയുന്നവർ, എഴുത്തച്ഛൻ, ചെറുശ്ശേരി, പൂന്താനം. അതിൽ എഴുത്തച്ഛനും ചെറുശ്ശേരിയും ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കഥകളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഉണ്ടായ കുറേ കഥകളാണ് പറഞ്ഞിരിക്കുന്നത്. പൂന്താനമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു സാധനവും നശ്വരമല്ല എന്നുള്ള ആ സത്യം, ജനനം ഉണ്ടായ ഒരു മരണമുണ്ട്, സൃഷ്ടി ഉണ്ടായാൽ ഒരു സംഹാരമുണ്ട് എന്നുള്ള ആ തത്വം മനസ്സിലാക്കിയിട്ട് ഇവിടെ ഈ നിരർത്ഥകമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള വളരെ എന്താ പറയുക ക്ഷണികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ ഓടി നടക്കുന്നതിന് പകരം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു വിരക്തി വന്ന് സത്യമായിട്ടുള്ള സനാതന സത്യത്തിലേക്കുള്ള ഒരു സ്നേഹം, ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള ഒരു കവിതയാണ് പൂന്താനത്തിൻ്റേത്. പൂന്താനം വിരക്തിയിലൂടെ, വൈരാഗ്യത്തിലൂടെ ഉള്ള ഒരു സത്യാന്വേഷണത്തിനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആധുനിക കവിത്രയം എന്ന് പറയുന്ന ഒരു വള്ളത്തോൾ, ഉള്ളൂർ കുമാരനാശാൻ. ഉള്ളൂരിൻ്റെ രണ്ട് വരികൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അത്രേ ആവശ്യമുള്ളൂ നമുക്ക്. അതാണ് ഏറ്റവും വലിയ വാല്യൂ ഉള്ളൊരു സംഗതി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ സനാതനമായിട്ടുള്ളൊരു വാല്യൂ. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമ മതമെന്നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഒരു മതമേ ഉള്ളൂ ലോകത്തിന്. അതെന്താ? പ്രേമമാണ്, സ്നേഹമാണ്. അതാണ് നമുക്ക് മുഴുവൻ അമൃത് തരുന്ന ചന്ദ്രൻ. അമൃത്, പാലമൃത്. അത് മൃത്യുവിൽ നിന്ന് അമൃതം തന്ന് നമ്മളെ എന്നും നിലനിർത്തുന്ന ഒരേ ഒരു സാധനം സ്നേഹമാണ്. എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയോടുള്ള സ്നേഹമല്ല, ഏതെങ്കിലും ഒരു അവനവൻ്റെ കുടുംബത്തോടോ അല്ലെങ്കിൽ അവനവൻ്റെ നാടിനോടോ അവനവൻ്റെ ഗ്രൂപ്പുകളോടോ ഉള്ള സ്നേഹമല്ല. പിന്നെ ഈ പ്രപഞ്ചത്തോട് മുഴുവനുള്ള, ഉലകിന് മുഴുവനുള്ള മതമാണ്. അല്ലാണ്ട് കുറച്ച് ആൾക്കാർക്കുള്ള മതമല്ല അത്. ലോകത്തിന് മുഴുവനുള്ള മതമാണ്. ഒരൊറ്റ മതമുണ്ട് ഉലകിനാണ് ഒരു മതം. അതാണ് ഉള്ളൂർ പറഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായ വരികൾ. അതൊരു സനാതനമായിട്ടുള്ളൊരു മൂല്യമാണ്. സ്നേഹത്തിനെ പറ്റി ആശാൻ പറഞ്ഞത് നോക്കുക. ആശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് വന്നിട്ടുള്ള കവിയാണ്. ആശാൻ എന്താ പറഞ്ഞത്? സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്നേഹവ്യാകൃതി തന്നെ മരണം. അത് സ്നേഹത്തിൻ്റെ ഒരു സ്നേഹഗായകനാണല്ലോ ആശാൻ. ആശാൻ പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തിൽ നിന്നാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. ഗോഡ് ഈസ് ലവ് എന്ന് നമുക്കറിയുന്നൊരു കാര്യമാണല്ലോ. ഈശ്വരൻ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. സ്നേഹം കൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നതും നമ്മളതിൽ സ്ഥിതി ചെയ്യുന്നതും. സൃഷ്ടിയും സ്ഥിതിയും അതെന്നാണ്. സ്നേഹത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ലോകത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. എപ്പോൾ സ്നേഹം നശിക്കുന്നുവോ അപ്പോഴാണ് മരണം സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തോട് മുഴുവനുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ നിൽക്കണ കാലത്തോളം നമ്മൾ സനാതനമായിട്ട് നിലനിൽക്കും. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിൽ ആ സ്നേഹം നശിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം മരിക്കുകയാണ്. പിന്നെ നമുക്ക് വെറുപ്പും പകവീട്ടിലും ഒക്കെ ആയിട്ട് നമ്മളുടെ ഉള്ളിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവൻ നമ്മൾ നന്മകളെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്നേഹവ്യാകൃതി തന്നെ മരണം. സ്നേഹം എല്ലാവരോടുള്ള സ്നേഹമാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ വസുദൈവ കുടുംബകം, ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ കുടുംബമാണ് എന്നുള്ള രീതിയിലേക്ക് ദർശിച്ചിട്ടുള്ള ഋഷിമാരെ പോലെയുള്ള ഒരു പുതിയ ഗുരുവിനെ പറ്റിയിട്ട് വള്ളത്തോൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ പോലെ പറയുന്നുണ്ട്. അദ്ദേഹം ഗാന്ധിജിയെ പറ്റി പറയുമ്പോഴാണ് ആ 4 വരി പറഞ്ഞിട്ടുള്ളത്. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുലുകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ഇവിടെ ചെറുത് വലുത് എന്നൊന്നുമില്ല. ഇവിടെ ലോകം മുഴുവൻ നമ്മുടെ തറവാടാണ്. അപ്പോൾ അതിൽ പൂവും പുല്ലും ചെടികളും പുഴുക്കളും ഒക്കെ നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്. എല്ലാത്തിനോടും സ്നേഹത്തോടെ കരുണയോടെ ഒന്നിനെയും നശിപ്പിക്കാതെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് സനാതനമായിട്ടുള്ള സത്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ
എൻ്റെ ഗുരുവായിട്ടുള്ള നാലപ്പാട്ട് നാരായണ മേനോൻ അതിനെ എന്തുകൊണ്ടാണ് ഇത് വേണ്ടതെന്നുള്ളതിൻ്റെ കൂടി ഒരു കുറച്ച് രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ആനന്ദരൂപമാം ആദിമബ്രഹ്മത്തിനാദിപ്രകൃതിയാം തൻപ്രിയയിൽ ഇമട്ടനുദീനമെന്നോദിക്കുമുൾ പ്രേമ വികാസമേ വെൽവൂതാക. ആദിമബ്രഹ്മത്തിന് ആദിപ്രകൃതിയിൽ സൃഷ്ടി തുടങ്ങണ സമയത്ത് ഉദിച്ച ആ പ്രേമം ഇന്നും സനാതനമായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്നും 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 പുതുതായി തന്നെ ബ്രഹ്മത്തിനും പ്രകൃതിക്കും ഉണ്ടാവുന്ന ആ പ്രേമത്തിനെയാണ് അദ്ദേഹം പുകഴ്ത്തിയത്. കാരണം ആ പ്രേമമാണ് നമ്മുടെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിനോട് മുഴുവൻ, ഈ പ്രകൃതിയോട് മുഴുവൻ, ചരാചരങ്ങളോട് മുഴുവൻ പ്രേമമായിട്ട് ഉദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെറുത് വലുത് എന്നുള്ള വിചാരം ഈശ്വരനില്ലാത്ത പോലെ മനുഷ്യനും ഉണ്ടാവാൻ പാടില്ല. അതിന് നാരായണ മേനോൻ എഴുതിയത് അപ്പാതൻ പൂക്കളും അഗ്രതാരങ്ങളും ഒപ്പം രമിച്ച മടിത്തടമേ അങ്ങേക്കനുഗ്രഹ പാത്രങ്ങളോ ഞങ്ങൾ വിഭിന്നതാരാധകന്മാർ. ഞങ്ങൾ വിഭിന്നതകളെ ആരാധിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഞങ്ങൾ അങ്ങേക്ക് അനുഗ്രഹപാത്രങ്ങളാവുമോ? ആവണമല്ലോ. കാരണം എന്താ, ഒരപ്പപ്പൂവിനെയും ഏറ്റവും ഉയരത്തിലുള്ള നക്ഷത്രങ്ങളെയും ഏറ്റവും താഴെ കടയിലുള്ള അപ്പപ്പൂവിനെയും ഒപ്പം മടിയിൽ വെച്ച് താലാട്ടി വാത്സല്യപൂർവ്വം സംരക്ഷിക്കുന്ന ആളല്ലേ ഈശ്വരൻ. അപ്പോൾ ഞങ്ങളും അങ്ങയുടെ വാത്സല്യപാത്രങ്ങൾ തന്നെയല്ലേ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചെറിയ മൺതരിയിൽ പോലും ബ്രഹ്മാണ്ടങ്ങളെ കാണാനും, ഒരു ചെറിയ സൂക്ഷ്മാണുജാലത്തിൽ പോലും സകല പ്രപഞ്ചങ്ങളെയും ദർശിക്കാം. ഒരു ചെറിയ പരമാണുവിൽ പ്രപഞ്ചത്തെ കാണുക. അതുപോലെ സകല ജീവികളിലും ഭഗവാന്റെ രൂപം തന്നെ കാണുക. അങ്ങനെയുള്ളൊരു പ്രേമം, അങ്ങനെയുള്ള ആ പ്രേമത്തിൻ്റെ പേര് നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിഗതമായതല്ല. അതിനെ നമ്മൾ കരുണ, വാത്സല്യം, മാതൃവാത്സല്യം, കരുണ, മൈത്രി എന്നൊക്കെ വിളിക്കുന്ന ആ ഭാവത്തോടെ സകല ജീവജാലങ്ങളെയും ഈ പ്രകൃതിയും ഒക്കെ കാണുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവരൊക്കെ, ഈ കവികളൊക്കെ സ്നേഹത്തിനെ അല്ലെങ്കിൽ പ്രേമത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇത് സനാതന ഒരു മൂല്യം ഏറ്റവും വലിയത് ഈ സ്നേഹമാണ് എന്ന് പറയാൻ കാരണം ഈ ഭൂമിയിൽ സമാധാനവും ശാന്തിയും സുഖവും, ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ പോരല്ലോ, അത് നിലനിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രപഞ്ചത്തിനോട് മുഴുവനുള്ള മൈത്രിയും കരുണയും വാത്സല്യവും സ്നേഹവും ഒക്കെ. ഇതാണ് ഇവരൊക്കെ, ഈ കവികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിലുള്ള ജീവിതം അവർ നയിച്ചു എന്നുള്ളത് കൂടിയും പക്ഷേ നമുക്കൊരു പ്രധാനമാണ്. കാരണം നമ്മൾ വാക്കും പ്രവൃത്തിയും ഒന്നായിട്ട് തന്നെ കൊണ്ട് നടക്കുന്ന കവികൾ വളരെ ചുരുക്കമായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് എല്ലാവരെ പറ്റിയും പറയാൻ അറിയില്ല, കാരണം നമുക്ക് അത്ര പരിചയമല്ലേ അവരോടൊക്കെ ഉള്ളൂ. നമ്മൾ പഠിച്ചതും നമ്മൾക്ക് ജീവിതത്തിന് അനുഭവമുള്ളതും ഒക്കെ ആയിട്ടുള്ളത് നോക്കുമ്പോൾ ആലപ്പാട്ട് നാരായണ മേനോനും ബാലാമണി അമ്മയും എൻ്റെ രണ്ട് ഗുരുക്കന്മാർ, രണ്ടുപേരും ഇതനുസരിച്ച് ജീവിച്ചവരും ഇതനുസരിച്ച് തത്വങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനികളുമായിരുന്നു. ഒരു തരം ഋഷി കവി എന്ന് പറയാവുന്ന ആളുകളായിരുന്നു. ഇപ്പോഴത്തെ കവികളെയൊന്നും പറ്റി അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഒന്നാമത് മറ്റുള്ള എല്ലാ രംഗങ്ങളിലും മൂല്യശോഷണം ഉണ്ടായിട്ടുള്ള പോലെ സാഹിത്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിലിപ്പോൾ എത്രയൊക്കെ കവികൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, എത്ര പേര് അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും ശ്രദ്ധിച്ചതിനെ പറ്റി പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. എന്തായാലും ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ലോകത്തിനെ മുഴുവൻ, പ്രപഞ്ചത്തിനെ മുഴുവൻ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എന്താണൊരു ഗുണമുള്ളത്? നമുക്ക് വനങ്ങളെ വെട്ടിമുറിച്ച് കച്ചവടം ചെയ്തിട്ട് കാശുണ്ടാക്കാനോ പ്രകൃതിയെ ചൂഷണം ചെയ്യാനോ പറ്റില്ല. ഒരു ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ആസ്പത്രികളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ കച്ചവട സ്ഥാപനങ്ങളാക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ലോകത്തിനെ നമ്മൾ ഉപദ്രവിക്കാണ്ടേ ആവും എന്നുള്ളതാണ്. ഈ അഹിംസ എന്ന് പറയുന്നത് കരുണയുടെ ഒരു വലിയ ഒരു പ്രായോഗിക വശമാണ്. അപ്പോൾ ഋഷിമാരുടെ ആർഷജ്ഞാനത്തിൽ ഈ അഹിംസ എന്ന് പറയുമ്പോൾ മനസ്സാ വാച കർമ്മണ ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക, ഒന്നിനെയും നശിപ്പിക്കാതിരിക്കുക എന്നാണ്.
പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക, സസ്യങ്ങളെ നശിപ്പിക്കാതിരിക്കുക, ജന്തുക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും എന്തിനും ഒരു ചെറിയ ഉരുമ്പിനെ പോലും ഉപദ്രവിക്കാതെ നോവിക്കാതെ കടന്നു പോവുക. ഇങ്ങനെയുള്ള കാരുണ്യം അതിൻ്റെ ഒരു പ്രായോഗിക വശമായിട്ടാണ് ഈ അഹിംസ വരുന്നത്. ഇത് ഇങ്ങനെ ജീവിച്ചിരുന്നവരാണ് ബാലാമണി അമ്മയും നാലപ്പാട്ട് നാരായണനും. മറ്റുള്ളവരായിട്ട് എനിക്കറിയില്ല. ആശാനൊക്കെ ആയിരിക്കാം, ഉള്ളൂരൊക്കെ ആയിരിക്കാം, അല്ലേ വെള്ളത്തോളം എല്ലാവരും ആയിരിക്കാമെന്ന് വിചാരിക്കാനല്ലാതെ എനിക്കറിയില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് പരിചയമില്ല. ഇവർ രണ്ടുപേരും അങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാം. അതുപോലെയുള്ള ഒരുപാട് കവികൾ ഇങ്ങനെ സ്നേഹത്തിൽ ജീവിച്ച് സ്നേഹത്തിൽ തന്നെ കരുണയിൽ കൂടെ തന്നെ എല്ലാവരെയും കണ്ട് ജീവിച്ചിട്ടുള്ള ഒരുപാട് കവികൾ നമുക്കുണ്ടായിരുന്നിരിക്കണം. ഇപ്പം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് അടുത്ത തലമുറയ്ക്ക് ഈ സനാതനമായ മൂല്യങ്ങളെ കൈമാറാൻ കൽപ്പുള്ള കവികൾ എന്ന് പറയാം. എനിക്ക് ഇന്ന് നമ്മൾ അവാർഡ് കൊടുക്കുന്ന ശ്രീമതി ലീലാവതി ടീച്ചർ അവർ കവി എന്നുള്ള നിലയിലല്ല, നിരൂപക എന്നുള്ള നിലയിലാണ് പ്രസിദ്ധിയായിട്ടുള്ളത്. പക്ഷേ ഈ ആർഷജ്ഞാനികളായ ഋഷിമാരുടെ വിസ്റ്റം എന്ന് പറയുന്ന ആർഷജ്ഞാനികൾക്ക് രണ്ട് കാര്യം ഉണ്ടാവും. ഒന്ന് ജ്ഞാനത്തിൻ്റേതായ ഒരു പാണ്ഡിത്യം, രണ്ടാമത് കാരുണ്യത്തിൻ്റേതായിട്ടുള്ള ഒരു സ്നേഹം, ഒരു മാതൃഭാവം. ഇത് രണ്ടും ഒരു നിരൂപക എന്നുള്ള നിലയിൽ വാസ്തവത്തിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം നിരൂപണത്തിന് രണ്ട് ഭാഗമുണ്ട്, ഒന്ന് വിമർശനവും ഒന്ന് ആസ്വാദനവും. ആസ്വാദനത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ദ്രവീകരണ ശക്തിയാണ് കാണുക. വിമർശനത്തിൻ്റെ സമയത്ത് ആ ജ്ഞാനത്തിൻ്റേതായ പാണ്ഡിത്യത്തിൻ്റേതായ ഖണ്ഡനങ്ങളൊക്കെ ഉണ്ടാകും. ഇത് രണ്ടുമുള്ള ആൾക്കേ ഒരു നിരൂപകയാവാൻ സാധിക്കുള്ളൂ. ജ്ഞാനവും വേണം, ഹൃദയദ്രവീകരണ ആയിട്ടുള്ള കാരുണ്യവും വേണം. ഇത് രണ്ടുമുള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി ലീലാവതി ടീച്ചറെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ ഗുരു ആയിട്ടുള്ള, എനിക്ക് അമ്മയെ പോലെ തന്നെ ഗുരുവും അമ്മയൊക്കെ ആയിട്ടുള്ള ശ്രീമതി ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മയ്ക്ക് ലീലാവതി ടീച്ചറോട് ഒരു ബഹുമാനവും ഒരു സ്നേഹവും ഒക്കെ കുറച്ചധികം ഉണ്ടായിരുന്നു. അവരാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുപോലെ തന്നെ സുഗതകുമാരിയുടെ ആദ്യത്തെ കവിത മുത്തുച്ചിപ്പി എനിക്ക് എടുത്തു തന്നിട്ട് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ നല്ല കവിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതും ബാലാമണി അമ്മ തന്നെയാണ്. സുഗതകുമാരിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പരിസ്ഥിതി പ്രകൃതി സ്നേഹമൊക്കെ ഒരു പ്രപഞ്ചത്തോടുള്ള മുഴുവനുള്ളൊരു വാത്സല്യമുള്ള ആളായിരുന്നു അവർ. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ അതുപോലെ പിന്നീട് ആളുകൾ ഒരുപാട് ശങ്കരക്കുറുപ്പ്, അക്കിത്തം. ഒരു കണ്ണുനീർത്തുള്ളി ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി വീഴ്ത്തുമ്പോൾ 1000 പൗർണമി എൻ്റെ ഉള്ളിൽ ഉദിക്കുന്നു എന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ കവിയാണ് അക്കിത്തം, അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതാണ് ഞാൻ വളരെ ചുരുക്കി മാത്രം പറയുകയാണ്. നമുക്ക് ഇവിടെയുള്ള എല്ലാ കവികളെയും മറ്റ് സാഹിത്യകാരന്മാരെയും ഒന്നും പറയാനുള്ള സമയം നമുക്കില്ല. പക്ഷെ സ്നേഹമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിലനിൽപ്പിന്, സനാതനമായ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായത് ഈ പ്രപഞ്ചത്തോട് മുഴുവനുള്ള സ്നേഹം, കരുണ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എത്രത്തോളം നമ്മുടെ തലമുറകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരു എഴുത്തുകാരന്, ഒരു സാഹിത്യകാരന് സാധിക്കുന്നുവോ അത്രയും അവർ ഈ ലോകത്തിന് ഉപകാരം ചെയ്തു എന്നുള്ള സമാധാനത്തോടു കൂടെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവാം എന്നാണ് എൻ്റെ വിചാരം. ഏറ്റവും നല്ല മതം, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവനുള്ള ഒരേ ഒരു മതം എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മതം കൊണ്ട് ഉലകിന്നുയരാം പ്രേമം. അത് തന്നെയാണ് ഏറ്റവും വലിയ മതം. ആ പ്രേമത്തെ കവിഞ്ഞൊരു മതമില്ല. അത് ആര് ജീവിച്ച് കാണിക്കുന്നുവോ അവരൊക്കെ ഈശ്വരനെ അറിഞ്ഞവരാണ്.